നമുക്കൊപ്പം KUF സ്ഥാപക വൈസ് ചാൻസലർ കൂടിയായ ഡോക്ടർ ബി മധുസൂദനക്കുറുപ്പ് തത്സമയം ചേരുന്നുണ്ട്. ഡോക്ടർ, വളരെ ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ കോസ്റ്റ് ഗാർഡൊക്കെ പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ അനുസരിച്ചാണ് കപ്പൽ മുങ്ങിയെന്നതും മറ്റു മുൻകരുതലുകൾ എടുക്കുന്നു എന്നറിയുന്നു. എങ്കിലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തെ എങ്ങനെ കണക്കാക്കുന്നു? സാധാരണ പ്രത്യേകിച്ചും തീരദേശത്തുള്ള ആളുകളുടെ, മത്സ്യത്തൊഴിലാളികളുടെയൊക്കെ ജീവിതത്തെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു ഘട്ടമാണോ ഇത്? ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും കേരള തീരത്ത് ഉള്ള ഏറ്റവും അപകടം നിറഞ്ഞ ഗുരുതരമായ മലിനീകരണം ഉളവാക്കുന്ന സംഭവമാണ്. പ്രത്യേകിച്ചും നമ്മുടെ ഓയിൽ പൊല്യൂഷൻ, എണ്ണ മലിനീകരണം, രണ്ട് രാസമലിനീകരണം. ഇപ്പോൾ സൾഫർ എന്ന് പറഞ്ഞാൽ അത് രാസമലിനീകരണം ഉണ്ടാക്കാൻ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു കെമിക്കൽ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഈ അപകടം നടന്ന മേഖല പ്രത്യേകിച്ചും നമ്മുടെ ആലപ്പുഴ തീരം, അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ തീരം മൊത്തമായിട്ട് പരിശോധിച്ചാൽ നമുക്ക് പറയുന്നത് ജൈവ വൈവിധ്യ കലവറയാണ്. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യം കാണുന്ന തീരക്കടലാണ് നമ്മുടെ കേരളത്തിൻ്റേത്. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ഈ മലിനീകരണം തീർച്ചയായിട്ടും നമ്മുടെ ജൈവ വൈവിധ്യത്തെ പൂർണ്ണമായും നശിപ്പിക്കും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. കാരണം ഈ ഓയിൽ ആയാലും അതോടൊപ്പം തന്നെ സൾഫർ ആയാലും തന്നെ, പ്രത്യേകിച്ച് ഓയിലിനെ പറ്റി പറയുകയാണെങ്കിൽ അതിലുള്ള പോളി സൈക്ലിക് അരോമാറ്റിക് ഹൈഡ്രോകാർബൺ വളരെ ഗുരുതരമായിട്ടുള്ള സമുദ്ര മലിനീകരണം ഉളവാക്കാൻ കഴിവുള്ള ഒരു രാസവസ്തുവാണ്. കാരണം സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, ഈ ഓയിൽ വെള്ളത്തിൽ, വിശേഷിച്ചും സമുദ്രജലത്തിൽ കലരുമ്പോൾ അത് പലതരത്തിലുള്ള രാസവിഘടിതത്തിന് വിധേയമാകും. സാർ, ഒന്ന് ചോദിച്ചോട്ടെ, ഇപ്പോൾ ഏകദേശം 74 കിലോമീറ്റർ കൊച്ചിയിൽ നിന്ന് ഉൾക്കടലിലാണ് ഈ സംഭവം എന്ന് പറയുന്നത്. ഇതിപ്പോൾ എത്ര കിലോമീറ്റർ പരിധിയിലേക്കൊക്കെ ഈ ഇന്ധനമൊക്കെ പടരാൻ സാധ്യതയുണ്ട്? എത്ര വലിയ പ്രത്യാഘാതമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? അതൊരു ചെറിയ ഭാഗത്ത് ഒതുങ്ങി നിൽക്കുന്നതായിരിക്കും? അല്ല, അത് നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഇത് പല ഘടകങ്ങൾ ഇതിൽ പ്ലേ ചെയ്യും. ഇതിൻ്റെ സ്പ്രെഡിനെ നിയന്ത്രിക്കുന്ന ഒട്ടനവധി ഘടകങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കാറ്റിൻ്റെ ഗതിയാണ്. കാരണം ഇതിൻ്റെ പുറമേ ഉണ്ടാകുന്ന എണ്ണപ്പാട, അതോടൊപ്പം തന്നെ സമുദ്രത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച വിഘടിതമായിട്ടുള്ള രാസവസ്തുക്കൾ, അത് എത്രത്തോളം സ്പ്രെഡ് ചെയ്യും എന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ പാടില്ല. കാരണം അതാത് ദിവസങ്ങളിലെ കാലാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. കാറ്റും അതോടൊപ്പം തന്നെ കടലിലെ ഒഴുക്കിൻ്റെ ശക്തിയും ഇതാണ് ഇത് സ്പ്രെഡ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ. ഒരുപക്ഷെ കേരളത്തിൻ്റെ മൊത്തം തീരത്തും ഇത് സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പം അന്യരാജ്യമായിട്ട് ശ്രീലങ്ക പ്രദേശത്ത് വരെ ഇതിൽ സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതെല്ലാം നിയന്ത്രിക്കുന്നത് ഈ പറഞ്ഞ നീരൊഴുക്ക് അല്ലെങ്കിൽ കറൻസ്, അതോടൊപ്പം തന്നെ കാലാവസ്ഥയിലെ പ്രധാന ഘടകമായിട്ടുള്ള കാറ്റ്, കടൽക്കാറ്റ്. ഇതിനെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. എന്തായാലും ഇതിൻ്റെ പ്രത്യാഘാതം എന്ന് പറഞ്ഞാൽ ആലപ്പുഴ ഈ അപകടം ഉണ്ടായ സ്ഥലത്ത് മാത്രമല്ല, കേരളത്തിൻ്റെ തീരത്ത് മൊത്തമായിട്ടും ഇത് വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം രണ്ടാമത്തെ കാര്യം, ഇത് എത്രമാത്രം ഓയിൽ സ്പ്രെഡ് ചെയ്തെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, എത്രമാത്രം സൾഫർ സ്പ്രെഡ് ചെയ്തെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. അപ്പോൾ അതിൻ്റെ കണക്കറിഞ്ഞാലേ നമുക്കൊരു അനുമാനത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. എന്നാലും നമ്മൾ ഇങ്ങനെ വേണം കരുതാൻ. കാരണം കേരളത്തിൻ്റെ മൊത്തം തീരത്ത് സ്പ്രെഡ് ചെയ്യും, അതോടൊപ്പം തന്നെ സമീപ രാജ്യങ്ങളിലേക്കും ഇത് സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും നിലവിൽ എല്ലാവരും ഉറ്റുനോക്കുന്ന, ഇപ്പോൾ കോസ്റ്റ് ഗാർഡും അല്ലെങ്കിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ഒക്കെ ഇക്കാര്യത്തിൽ ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ പോലും വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും ആഴ്ചകളിലൊക്കെ ഇതെങ്ങനെ ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നതാണ് നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്ന വിഷയം. ഈ എണ്ണ പടരുന്നതോടെ, ഇന്ധനം പടരുന്നതോടെ എങ്ങനെയാണ് ജനങ്ങളുടെ ഒരു പ്രതിസന്ധി, അതായത് മത്സ്യം കഴിക്കാൻ കഴിയുമോ എന്ന ആശങ്കയൊക്കെയാണ് എല്ലാവരിലും ഉയരുന്നത്. ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതയുള്ള വിഷപദാർത്ഥമായ PAH എന്നതാണ് ഈ കപ്പലിൽ അടങ്ങിയിട്ടുള്ള ഇന്ധനങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തു. ഈ മറൈൻ ഗ്യാസ് ഓയിലിൽ പോളിസൈക്ലിക് ആരോമാറ്റിക് ഹൈഡ്രോകാർബൺ ഉണ്ട്. അത് ഉണ്ടാക്കുന്ന ആശങ്കയാണ് ഈ പറഞ്ഞത്. മറൈൻ ഗ്യാസ് ഓയിൽ പുരണ്ട മീൻ കഴിച്ചാൽ PAH നമ്മുടെ ഉള്ളിലെത്തും എന്നുള്ളതാണ് പ്രശ്നം. ക്യാൻസർ അല്ലെങ്കിൽ അർബുദം പരത്താൻ സാധ്യതയുള്ള ഒരു വസ്തുവാണ് ഈ PAH. അപകടകരമായ അളവിൽ എങ്കിൽ പോലും, അതെ, മീനിന്റെ പെട്രോളിന്റെ ഒരു
ചുവയുണ്ടാകാനുള്ള സാധ്യതകൾ കൂടി വിദഗ്ധർ മുൻകൂട്ടി കാണും. അതുകൊണ്ട് തന്നെ ദഹന പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളത് കൂടി പറയുന്നുണ്ട്. വലിയ മീനുകളിൽ വിഷമുണ്ടാകാനുള്ള സാധ്യത കുറവാണ് എന്നും പറയുന്നു. പക്ഷേ ഈ ഷെൽ മീനുകൾ, അത്തരം ചെറിയ മീനുകളിലൊക്കെ ഇതിന്റെ അംശം കൂടുതലായി അടങ്ങാനുള്ള സാധ്യതയുണ്ട്. ഈ വലിയ മീനുകൾക്ക് എണ്ണയുടെ അംശം ഒഴിവാക്കി നീന്താനുള്ള കഴിവുമുണ്ട്. pH-ന്റെ ചെറിയ തന്മാത്രകൾ വലിയ മീനുകളുടെ ദഹന വ്യവസ്ഥയിൽ വിഘടിക്കുമെന്നതുകൊണ്ടാണ് വലിയ മീനുകൾ താരതമ്യേന സുരക്ഷിതമായിരിക്കുമെന്ന് നമ്മൾ കരുതാൻ കാരണം. അല്ലെ, ചെമ്മീൻ അടക്കമുള്ള വേഗത്തിൽ വിഷലിപ്തമാകാനുള്ള സാധ്യത കൂടി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ വലിയ മീനുകളാണെങ്കിലും നന്നായി വേവിച്ചൊക്കെ കഴിച്ചാൽ അപകടരഹിതമായിരിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കലർന്ന എണ്ണയുടെ അളവിനനുസരിച്ചുള്ള വിഷാംശം ഇല്ലാതാകാനുള്ള കാലയളവ്, അത് ഇപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞ പോലെ കാലാവസ്ഥ വ്യതിയാനമൊക്കെ അനുസരിച്ച് എത്ര സമയം മുന്നോട്ട് പോകും നമുക്ക് പറയാൻ കഴിയില്ല. വലിയ സാധ്യത എന്ന് പറയുന്നത് ഈ മറൈൻ ഗ്യാസ് ഓയിൽ പെട്ടെന്ന് ബാഷ്പീകരിച്ച് പോകുന്നതാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ കാലയളവിൽ മാത്രമേ ഈ ഭീഷണി ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുന്നു. ശ്രീ മധുസൂദനക്കുറിപ്പ് നമുക്കൊപ്പം തുടരുന്നുണ്ട്. ഡോക്ടർ, ഇപ്പോൾ ഇതാണ് ആളുകളെ സംബന്ധിച്ച് പെട്ടെന്നുണ്ടാകുന്ന ഒരു ആശങ്ക ഇത് തന്നെയാണ്. മത്സ്യബന്ധന തൊഴിലാളികളുടെ ജീവിതം പ്രതിസന്ധിയിലാകുമോ എന്നത്, മത്സ്യം സ്ഥിരമായി ഉപയോഗിക്കുന്നവർക്ക് അതിനെ ഉപയോഗിക്കാൻ കഴിയുമോ എന്ന ആശങ്ക. അപ്പോൾ അതിലൊരു വ്യക്തത വരാൻ എത്ര സമയം എടുത്തേക്കാം, എത്ര കാലയളവ് വരെ നമ്മളൊരു ജാഗ്രത തുടരേണ്ടി വരും? അല്ല, ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഓയിലിനെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ, ഓയില് നമ്മുടെ സമുദ്രജലത്തിൽ കലരുമ്പോൾ ഉണ്ടാകുന്ന വിഘടിതമായിട്ടുണ്ടാകുന്ന മറ്റ് പ്രോഡക്ട്സ്, നേരത്തെ നമ്മൾ പറഞ്ഞു pH പറഞ്ഞു, അതോടൊപ്പം തന്നെ ഉണ്ടാകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം എന്ന് വെച്ചാൽ ഈ ട്രേസ് മെറ്റൽസ്, നമ്മുടെ കാഡ്മിയം, മെർക്കുറി, അങ്ങനെയുള്ള ഒട്ടനവധി ട്രേസ് മെറ്റൽസ് നമ്മുടെ വെള്ളത്തിലേക്ക് കലരുകയും ഉണ്ടാകുകയും ചെയ്യും ഈ ഓയിലിൽ നിന്ന്. ഈ ട്രേസ് മെറ്റൽ എന്ന് പറഞ്ഞാൽ ആജീവനാന്തമാണ്, നമ്മുടെ സിസ്റ്റത്തിൽ വന്നു കഴിഞ്ഞാൽ അത് മാറിപ്പോകാൻ സാധ്യതയില്ല. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ കടൽ ജീവികൾ ഈ ട്രേസ് മെറ്റൽസ് ആഗിരണം ചെയ്തിട്ട് നമ്മുടെ ഭക്ഷ്യ ശൃംഖലവധി അത് നമ്മുടെ മനുഷ്യനിലേക്ക് എത്തും. കാരണം ആദ്യം സസ്യപ്ലവങ്ങൾ വരും, ജന്തുപ്ലവങ്ങളിൽ വരും, ചെറു മീനുകളിൽ വരും, വലിയ മീനുകളിൽ വരും. അങ്ങനെ അൾട്ടിമേറ്റായിട്ട് ഇത് മനുഷ്യർ ഭക്ഷിക്കുന്ന വസ്തുവിലേക്ക് ഇത് പ്രവേശിക്കും. അതാണ് ഇതിൻ്റെ ഭക്ഷ്യ ശൃംഖലയിൽ വരുന്ന പ്രധാനപ്പെട്ട ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒരു ലോങ് ടേം ഇഫക്റ്റാണ്, ഒരു ഇന്നോ നാളെ സംഭവിക്കുന്നതല്ല. മേ ബി 2 വർഷമോ 3 വർഷമോ കൊണ്ട് സംഭവിക്കുന്നതാണ്. അത് ആജീവനാന്തം നമ്മുടെ ആവാസ വ്യവസ്ഥയിൽ നിൽക്കും. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ പരിശോധിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ മത്സ്യസമ്പത്തിൻ്റെ ആവാസ വ്യവസ്ഥ പൂർണ്ണമായിട്ടും തകരാറാക്കുന്ന ഒരു സംഭവമായിട്ട് ഇത് മാറും എന്നുള്ളതാണ്. ആവാസ വ്യവസ്ഥ പരിഹാര മാർഗങ്ങളില്ലേ? കേൾക്കുമ്പോൾ അല്ലാതെ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ലോങ് ടൈമിൽ ഇത്ര 2 വർഷത്തോളം ഒക്കെ എങ്ങനെ ഉണ്ടാവുക? ഒരുപാട് ആളുകളുടെ ജീവിതം പ്രതിസന്ധിയിലാകുന്നതാണ്. എന്താണ് അതിനൊരു പരിഹാര മാർഗം സാധ്യമാണോ? അല്ല, ഓയിൽ നമുക്ക് ഈ സമുദ്രജലത്തിൽ കലർന്നു കഴിഞ്ഞാൽ അത് മാറ്റിയെടുക്കാനുള്ള സംവിധാനമൊന്നും നമുക്കിപ്പോഴില്ല, ഇവിടെ കേരളത്തെ സംബന്ധിച്ചില്ല. പിന്നെ രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സ്യബന്ധന മേഖലയാണ് ഈ ആലപ്പുഴ എന്ന് പറഞ്ഞാൽ. ചാകര സഹിതം വരുന്ന ആലപ്പുഴ മേഖലയിൽ തീർച്ചയായിട്ടും മത്സ്യത്തൊഴിലാളികളെ ബാധിക്കുന്ന കേരളത്തിലെ 10 ലക്ഷത്തോളം വരുന്ന മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനം തീർച്ചയായിട്ടും ഈ മത്സ്യബന്ധനത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ പ്രതികൂലമായിട്ട് ബാധിക്കുമെന്ന് നമുക്കറിയാം. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ ഈ അപകടം വളരെ വളരെ സീരിയസ് ആയിട്ട് നമ്മൾ കാണേണ്ടതാണ്. നിർഭാഗ്യവശാൽ ഇതിൻ്റെ ഈ എണ്ണപ്പാട നീക്കാനോ അല്ലെങ്കിൽ ഈ കടൽ ജലത്തിൽ കിടന്ന എണ്ണ വിഘടിതമായിട്ടുള്ള വസ്തുക്കൾ നീക്കാനോ ഒന്നും നമുക്ക് ഇപ്പോൾ സംവിധാനങ്ങളില്ല. അത് കാലക്രമേണ അത് അപ്രത്യക്ഷമാകും. കാരണം നമ്മുടെ ഈ ശക്തമായിട്ടുള്ള മഴ ഇതിനെ ഡൈല്യൂട്ട് ചെയ്യാൻ ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് നമുക്കൊരു അനുഗ്രഹമുണ്ട് കേരള തീരത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ. പക്ഷേ ഇതിൽ ഏറ്റവും അപകടം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും സമുദ്രത്തിൻ്റെ അടുത്തിട്ടുള്ള ജീവജാലങ്ങൾ ഇതുണ്ടായിരിക്കുന്ന വിഘടിതമായിട്ടുള്ള വസ്തുക്കൾ, കെമിക്കൽസ്, അതിനെ അബ്സോർവ് ചെയ്ത് അവരുടെ ടിഷ്യൂവിൽ ഇത് ശേഖരിക്കുകയും അത് കാലക്രമേണ അത് ഭക്ഷിക്കുന്ന മറ്റ് ജീവജാലങ്ങളിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യുകയും അത് നേരത്തെ പറഞ്ഞതുപോലെ ക്യാൻസർ മുതലായിട്ടുള്ള രോഗങ്ങൾ വരുത്തുവാൻ കാരണമാക്കുകയും ചെയ്യും. അപ്പോൾ അൾട്ടിമേറ്റ്ലി നമ്മുടെ മത്സ്യത്തൊഴിലാളികളാണ് ഇതിൻ്റെ വിക്ടിം എന്ന് പറഞ്ഞാൽ. കാരണം എന്തെങ്കിലും കാരണവശാൽ മത്സ്യബന്ധനത്തെ എന്തെങ്കിലും പ്രതികൂലമായിട്ട് ബാധിച്ചു കഴിഞ്ഞാൽ അവർ ബാധിക്കും. കാരണം അവരുടെ ഉപജീവനത്തെ ബാധിക്കും. ഉപജീവനം മാത്രം, മത്സ്യബന്ധനം മാത്രം ഉപജീവനമാക്കി ജീവിക്കുന്ന തൊഴിലാളികളാണ് മത്സ്യത്തൊഴിലാളികൾ. അപ്പോൾ അവരുടെ വളരെ സങ്കീർണമായൊരു പ്രതിസന്ധി നമ്മുടെ മുമ്പിലുണ്ട് എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. വളരെ നന്ദി ശ്രീ ഡോക്ടർ മധുസൂദനക്കുറുപ്പ് വിശദമായി കാര്യങ്ങൾ പറഞ്ഞതിന്.